ഇൻ്റർനാഷണൽ കരിസ്മാറ്റിക്കിൻ്റെ ഒരു കോൺഫറൻസ് ലോകത്തെവിടെയോ നടന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷ പ്രസംഗകനായൊരു വൈദികൻ, ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൈദികനാണ്. ആളാണെന്ന് ഏറ്റവും വലിയൊരു പ്രസംഗം കൊടുക്കുക. അതിൻ്റെ അവസാനത്തെ ദിവസം വലിയൊരു പ്രസംഗം കൊടുക്കുകയാണ്. വചനപ്രഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളങ്ങ് വീണു. ആളുകൾ വാട്ടിൽ തല കയറിയോ, അച്ഛനൊക്കെ പിടിച്ച് മരിച്ചു കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് വേർഡ് ഇതാണ്: നമ്മുടെ ആത്മാക്കളെല്ലാം യേശുവിൻ്റെ തിരുഹൃദയത്തിലൂടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാകട്ടെ എന്ന് പറയുമ്പോൾ അച്ഛനെ കുഴഞ്ഞു വീണേ. എൻ്റെ രൂപതയിൽ ഒരു വൈദികനുണ്ടായിരുന്നു. 85 വയസ്സോളം ജീവിച്ചു. 60 വർഷത്തോളം പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. രൂപതയിൽ വൈദികനായിട്ട് കഴിഞ്ഞതാണ് 60 വർഷത്തോളം. ഈ വൈദികൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രൂപതയിലെ ഞങ്ങളുടെ പിതാവ് ചെന്നിട്ട് എല്ലാ കാര്യവും നോക്കി. അച്ഛൻ്റെ കുർബാന പുസ്തകം ഓരോ ദിവസവും കുർബാന ചൊല്ലുമ്പോൾ ഇങ്ങനെ ഈ എഴുതിയിടും, ഹാജർ എഴുതിയിടുന്ന പോലെ ഞങ്ങളിങ്ങനെ ഒരു കുർബാന ചെങ്ങ എഴുതിയിടും. അപ്പം അച്ഛൻ്റെ കുർബാനയുടെ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ 60 വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പുരോഹിതൻ ബലിയർപ്പിച്ചു. അവസാനത്തെ ബലി എങ്ങനെയാണെന്നറിയാമോ? ബലിയർപ്പിച്ചുകൊണ്ട് ബലിപീഠത്തിൽ ഇങ്ങനെ വലിയ കഴിവുള്ളയാളൊന്നുമല്ല, വലിയ പള്ളികളൊന്നും പണിതിട്ടുണ്ട്. പാവരച്ച എല്ലാവരെ കണ്ട് ചിരിച്ചും കളിച്ചും സ്നേഹിച്ചും വിശുദ്ധി ജീവിക്കും. രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേക്കും, 1 മണിക്കൂർ കുർബാന വന്ന് പ്രാർത്ഥിക്കും, കുർബാന അർപ്പിക്കും, കുമ്പസാരിക്കും. ആർക്കും അച്ഛനെക്കുറിച്ച് ഒന്നും പറയാൻ, എത്ര നല്ല ക്ലീൻ, ആരെക്കുറിച്ചും കുറ്റം പറയാനോ പാവം വെക്കാനൊന്നുമില്ല. ക്ലീൻ 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 ക്ലീൻ. അച്ഛൻ മരിച്ചതെങ്ങനെയോ ബലിപീഠപ്പെടും ഇങ്ങനെ നടത്തിക്കൊണ്ട് കുർബാന അർപ്പിക്കുക. അവസാനത്തെ കുർബാന ബലിപീഠത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇതങ്ങ് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടോയി. നേരെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബലിപീഠത്തിൻ്റെ നേരെ ചുവട്ടിൽ കിടന്ന് കർത്താവ് മരിക്കുന്ന കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ മേശയുടെ ചുവട്ടിക്കിടന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് അച്ഛൻ അതിൻ്റെ ചുവട്ടിക്കിടന്ന് മരിച്ചു. ഞാൻ കണ്ടത്, ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് മരിക്കേണ്ടത്. അവനോടുകൂടെ പീഡാനുഭവങ്ങൾ ഏറ്റെടുത്ത് അവൻ്റെ കുരിശ് ബലിയർപ്പണം നടത്തുമ്പോൾ ആ ബലിയിലങ്ങ് മരിച്ചു അല്ലേ. ഭാഗ്യപ്പെട്ട മരണം. 2 കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പറ്റുകളി ഈശോയെ വിളിച്ചേ ഹല്ലേലൂയാ. മക്കളെ, തിരുസഭയിൽ അംഗമായിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ നിത്യതയിലായി തീരാൻ വേണ്ടിയ വേറൊരു ലക്ഷ്യവും പാടില്ല. സ്ഥാനങ്ങളോ നേട്ടങ്ങളോ പേരോ പെരുമയോ ഒന്നുമല്ല. ചിലപ്പോഴൊക്കെ തോന്നും ഞാനും നിങ്ങളും നമ്മളൊക്കെ ശരികളാണെന്ന്. പക്ഷേ അതിനേക്കാളും വലിയ ശരി അറിഞ്ഞാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ശരിയെന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ ശരി അറിയുമ്പോൾ നമ്മൾ മനസ്സിലാകും നമുക്ക് തെറ്റുപറ്റി. പൗലോസ്ലീഹായുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ 3 ഘട്ടമുണ്ട്. 1-ാം ഘട്ടത്തിൽ പൗലോസ്ലീഹ പറയും, ആരും അഭിഷേകം കിട്ടിങ്ങി ഇറങ്ങിയതേ ഉള്ളേ. പരിശുദ്ധ അന്നാവിൻ്റെ കൃപ കിട്ടിയ നല്ല വരങ്ങളൊക്കെ ഒഴുകുന്ന സമയത്ത് പൗലോസ്ലീഹ അപ്പസ്തോലന്മാരൊക്കെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടേ, ഞാൻ അപ്പസ്തോലന്മാരിൽ ചെറിയവനാണ്. ഐ എം ഓൾസോ വൺ അമംഗ് ദ അപ്പോസ്റ്റൽസ്. ഞാനും അപ്പസ്തോലന്മാരിൽ ഒരുവനാണ്. 2-ാമത്തെ ഘട്ടം, അതൊരു 50കൾക്ക് ശേഷം പൗലോസ്ലീഹ ടോൺ മാറിയേ. ഞാൻ വിശുദ്ധരിൽ ഒരുവനാണ്. വിശുദ്ധരെന്ന് വെച്ചാൽ ആദ്യ സഭയിൽ എല്ലാവരെയും വിശുദ്ധരെന്ന് വിളിച്ചിരുന്നു. വിശുദ്ധരിൽ ഒരുവനായിട്ട് പറഞ്ഞു. 3-ാം ഘട്ടം, തൻ്റെ ജീവിത ബലി പൂർത്തിയായിരിക്കപ്പെടുന്ന സമയമായപ്പോൾ പൗലോസ്ലീഹയുടെ ഭാഷ വീണ്ടും മാറി. ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. വിളിച്ചേ. ആദ്യം ഉണ്ടായിരുന്ന ശരിയല്ല, 2-ാമത് പറഞ്ഞ ശരിയേ. 2-ാമത് പറഞ്ഞ തന്നെ കണ്ട പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ അതല്ല, ശരിക്കും ഞാൻ പാപിയാ. ആദ്യം പറഞ്ഞു ഞാനൊരു അപ്പസ്തോലനാണെന്ന് പറഞ്ഞു. 2-ാം ഘട്ടം അല്ലല്ലോ, ഞാനൊരു സാധാരണ വിശ്വാസിയാണെന്ന് പറഞ്ഞു. വീണ്ടും പൗലോസ്ലീഹ വീണ്ടും പറഞ്ഞു, അല്ല, ഞാൻ പാപികളിൽ ഒന്നാമനാ. ആ സമയത്തായിരിക്കും പൗലോസ്ലീഹ
മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടുന്ന വെളിപാടുകളിലേക്ക് പരിശുദ്ധാത്മാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. ആ സമയത്തായിരിക്കും കൂടുതൽ അവൻ പഞ്ചശതങ്ങൾ പറയുന്നു, ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ ഞാൻ ധരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് സംഭവിച്ച സമയത്താണ് ശരിക്കും ഒരുപാട് വളരുന്ന ദൈവമക്കൾ ഞാൻ കണ്ടിട്ടുള്ളത്. വളരും തോറും നമ്മളെ കായ്കളുള്ള ശിഖരം അത് കുനിഞ്ഞിരിക്കും. കായ്കൾ കുറയുമ്പോൾ അത് നേരെ നിൽക്കും. ശരിക്കും ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കുറയുന്നവർ, കൂടുതലുള്ളവർ ഒത്തിരി ശാന്തരായിരിക്കും, ഒത്തിരി എളിമയുണ്ടായിരിക്കും. അവർ ദൈവത്തിലേക്ക് ഒത്തിരി നോക്കും, കൃപയിലേക്ക് വളരും, അവർ എളിമയുണ്ടാവും. നിന്റെ വിശ്വാസത്തിന് നേരെ വരുന്ന കൂരമ്പുകൾ അത് ആരിലൂടെ? സ്വന്തം അപ്പനിലൂടെ വരാൻ കേട്ടോ, വീട്ടിലുള്ള അപ്പനിലൂടെ, അമ്മയിലൂടെ വരാം. ഇന്നത്തെ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ എന്തെല്ലാം കാണുന്നല്ലേ? മകനിലൂടെ വരാം, മകളിലൂടെ വരാം, മരുമകനിലൂടെ വരാം, മരുമകളിലൂടെ വരാം, പ്രാർത്ഥനക്കാരനിലൂടെ വരാം, ആരിലൂടെയും വരാം. ഞാനെൻ്റെ ജീവിതത്തിൽ പഠിച്ചത് അത് എല്ലാവരെയും തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുഷ്ടാരൂപി മിക്കവാറും എല്ലാവരും എനിക്ക് ഈശോ ഒരു പ്രത്യേക അടയാളം കൃപ തന്നിട്ടുണ്ട്. എന്താന്ന് ഞങ്ങളോട് പറയില്ല, എൻ്റെ കൂട്ടായ്മ മാത്രം പറയുക. ആ അടയാളം എനിക്കെന്ന് വെച്ചാൽ ഒരു സംഭവം വരുമ്പോൾ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഒരു കർത്താവ് തന്നൊരു നിധി ഒരു 4 വർഷം മുമ്പ് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ പല അപകടങ്ങളിൽ രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. പ്രസ്തലോഷ്. കാരണം സ്പിരിറ്റുള്ള സ്ഥലങ്ങളും ആളുകളും പെട്ടെന്ന് ഈശോ വെളിപ്പെടുത്തരും. ഞാൻ ഈശോ ഒത്തിരി കരയും. ചില സമയത്ത് കിട്ടാതെ വരുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത വരും. ഞാൻ ഈശോ ചോദിക്കുക, ഈശോ എനിക്ക് പറ്റുന്നില്ല, ഐ ക്യാൻ ഗോ ഹെഡ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. നമുക്ക് കരഞ്ഞായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും പ്രസ്തലോഷ്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദുഷ്ടാരൂപിയുടെ കൂരമ്പുകൾ ചില പുസ്തകങ്ങളോടെ വരാം. ഇന്ന് ലോകം മുഴുവൻ നയിക്കുന്ന വാട്സപ്പ് പച്ചക്കള്ളം എഴുതി വരച്ചിട്ട് ആരെ വേണം എന്താക്കി എങ്ങനെയാണ് തീർത്തത്? ഫേസ്ബുക്ക് എങ്ങനെ കുടുംബങ്ങളെ തീർക്കും? നല്ല കുടുംബങ്ങളെ തീർക്കും, വിശുദ്ധ കുടുംബങ്ങളെ തീർക്കും, ആരെയും തീർക്കും. അത് പിശാചിൻ്റെ കൂരമ്പുകളാണെന്ന് നീ അറിയണം. അതാരയക്കുന്നുവോ അവനെല്ലാം പിശാചുക്കളാണ്. അവൻ ഉപയോഗിക്കുക, പിശാച് അവനെ ഉപയോഗിച്ചൊരു കൂരമ്പയക്കുകയാണ്. ടു ഡിസ്ട്രോയ് ദ പ്യൂരിറ്റി ഓഫ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ശുദ്ധതയുണ്ടല്ലോ, ശുദ്ധമായ വിശ്വാസം, അതിനെ നശിപ്പിക്കുക. കർത്താവിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ കരുണയിലുള്ള വിശ്വാസം, വിശ്വാസത്തിൽ ബൈബിളിലുള്ള വിശ്വാസം, തിരുസഭയിലുള്ള വിശ്വാസം, ഇത് എല്ലായിടത്തും ഇങ്ങനെ ക്ലാസ് മുറിയിലൊക്കെ കിട്ടും. പ്രൊഫസർമാരും അധ്യാപകരൊക്കെ ചിലപ്പോൾ ഞങ്ങളിലൂടെയും വരും, ആരിലൂടെയും വരും. ഇത് തിരിച്ചറിയാൻ നിനക്ക് ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസലോഷ്. ഇന്ന് പരിശുദ്ധാത്മാവേ, ഈ ഇരിക്കുന്ന മുഴുവൻ മക്കൾക്കും അവരുടെ നേരെ അവർക്ക് മാമോദീസായിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിനെ നശിപ്പിച്ച് കളയാൻ ഇവരുടെ നേരെ ആരെല്ലാം ലോകത്തിൽ നിന്ന് ഏതെല്ലാം രൂപത്തിൽ കൂരമ്പുകൾ അയക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു ജ്ഞാനം കൊടുക്കണേ. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, വിശ്വേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞ വാക്കുണ്ട്, ആടുകളുടെ രൂപത്തിൽ വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിക്കുക. ആടുകളെ വളരെ ശാന്ത, പക്ഷെ അകത്ത് കടിച്ചു കീറണം, കുറയണം, അത് തീർക്കണം, നശിപ്പിക്കണം, സഭയെ നശിപ്പിക്കണം, വിശ്വാസം കളയണം, കുടുംബം തീർക്കണം. ചില വീട്ടിലൊക്കെ ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വരും. ഭാര്യയോടൊക്കെ ചില കൂട്ടുകൂടാൻ ചില ആൾക്കാരൊക്കെ വരും. ഭർത്താവിനോട് ചില പ്രത്യേക ഫ്രണ്ട്ഷിപ്പ്. മൊബൈൽ ഫോണൊക്കെ നല്ല പുതിയതൊക്കെ മേടിച്ചു വിളിച്ച് ആർക്ക് ഫ്രീ ആയിട്ട്. ഇതെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിനെ തിന്ന് തീർക്കാൻ വേണ്ടിയില്ലേ? എത്ര പേര് വിഷപ്പുണ്ട് പറയാൻ പറ്റുമല്ലോ. എന്നെ ഞാൻ വേറെ ആരും തിന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന എത്ര മക്കൾ കാണും. I didn't permit anybody else to eat me. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെതിരെ പോരാടണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ജീവനോടെ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവെന്ന് പറഞ്ഞ മക്കളെ ഉച്ചത്തിൽ ശക്തിയോടെ കൈയടിച്ച് ഒറ്റ വിളിച്ചോയേന്ന് വിളിച്ചേ. ഹല്ലേലൂയ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന രക്ഷയുടെ പടത്തൊപ്പി. രക്ഷയാരാ? ജീസസ് ഈസ് എ സാൽവേഷൻ.
പടത്തൊപ്പി തലയിൽ വെക്കേണ്ടത് ഒരു പടത്തൊപ്പിയുണ്ട്, തൊപ്പിയുണ്ട്. പടത്തൊപ്പി യുദ്ധത്തിൽ തലക്കിട്ട് അത് ബുദ്ധിയിലിരിക്കേണ്ടത്, ഞാൻ തലയിലിരിക്കുന്നത് ഈശോ. അത് നിൻ്റെ എല്ലാത്തിനും മുകളിൽ കർത്താവായ യേശു ഉണ്ടായിരിക്കട്ടെ. അവനെ ആയിരിക്കണം നിൻ്റെ തലയിൽ വെക്കേണ്ടത്. അവനെ തല വെച്ചു നടക്കണം. അല്ലാതെ ലോകത്തുള്ള വേറെ പലതിനെയും, കാണുന്ന വഴിപോക്കെയും സുഖത്തെയും പേരിനെയും പെരുമയും പണത്തെയും സുഖത്തെയും നേട്ടത്തെയും സ്ഥാനമാനത്തെയോട് തലയിൽ വെക്കരുത്. വ്യക്തികളെയോട് തലയിൽ വെക്കരുത്. ആരെയും എടുത്ത് തലയിൽ വെക്കരുത്. വിശ്വസിക്കുന്ന ഈശോയെ മാത്രം. ഈശോ പറഞ്ഞിട്ടുണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞു. ഈശോയെ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. ഈശോ പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനമായി കാണാൻ പറ്റുവേ. ജെറുസലേമിലായിരിക്കുമ്പോൾ അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവനാകട്ടെ ആരെയും വിശ്വസിച്ചില്ല. കാരണം പറഞ്ഞു, ഓരോ മനുഷ്യനെ അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതെന്താണെന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതെന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ സുവിശേഷം 12:37 മുതൽ 43 വരെയുള്ള വചനം അച്ഛൻ വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. അവൻ അവരുടെ മുമ്പിൽ അനേകം അടയാളങ്ങൾ കാണിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണിത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഹൃദയത്തെ കഠിനമാക്കുന്നു, കണ്ണുകളെ അന്ധമാക്കും, ദൈവമാക്കും. അത് നിങ്ങൾ എന്താ വെച്ചാൽ ദൈവം അങ്ങനെ ചെയ്യുന്നത്? ദൈവം എന്തിങ്ങനെ ചെയ്യുന്നത്? ദൈവം അങ്ങ് തുറന്നു കൊടുത്തുകൂടെ? എന്നെക്കുറിച്ച് പഠിച്ചായിരുന്നു കഴിഞ്ഞ ആളുകളെ. അത് പരിശുദ്ധാത്മാവിന് രണ്ട് ഡ്യൂട്ടിയുണ്ട്. സത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കൃപയെ സംരക്ഷിക്കും. ഒരാൾക്ക് കൃപ കൊടുത്താൽ ആ കൃപയാണെങ്കിൽ ആ കൃപയെ പരിശുദ്ധാത്മാവ് സംരക്ഷിച്ചിരിക്കും. അത് അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചിരിക്കും. അത് അന്ത്യവിധി വരെയും അത് സംരക്ഷിച്ചിരിക്കും. ചിലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അത് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില പ്രവൃത്തികൾ ചെയ്യും. അത് രണ്ട് കാര്യം ഇതാണ്. ഒന്ന് ഇലിമിനേറ്റിംഗ് എഫക്റ്റ്, ദ ഹോളി സ്പിരിറ്റിൻ്റെ രണ്ട്. ഒന്ന് ഇലിമിനേറ്റിംഗ് എഫക്റ്റ്, സെക്കൻഡറി. രണ്ടാമത് വരുന്നത് ഹാർഡനിങ് എഫക്റ്റ്, എന്ന് വെച്ചാൽ കഠിനമാക്കുന്ന പ്രവൃത്തി. അത് കഠിനമാക്കുന്നത് അന്ന് ഇലിമിനേറ്റിംഗ് എന്ത്? ദൈവവചനത്തെ, സുവിശേഷത്തെ, ഈശോ മിശിഹായെ, പരിശുദ്ധ കുർബാനയെ, ദൈവിക രഹസ്യങ്ങളെ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ഉത്ഥിതനായ യേശുവിനെ സംശയിക്കാതെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ആ കൃപ വളരാൻ വേണ്ടിയുള്ള ഗ്രേസ്, വരങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഈശോയിൽ വിശ്വസിക്കുന്നവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഉള്ളവന് നൽകപ്പെട്ടുകൊണ്ടിരിക്കും, ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഇല്ലാത്തവന് എന്നുള്ളത് കൂടി എടുക്കാം. അതിനർത്ഥം വെച്ചാൽ ഒന്ന് വിശ്വസിക്കുന്നവനെല്ലാം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ്. അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ ഒരാളെ സംശയം തോന്നി, ഹീസ് നോട്ട് റൈറ്റ്, ഹീസ് നോട്ട് ഓൺ ദ റൈറ്റ് ലൈൻ, ഹീസ് എ ഫ്രോഡ്. then that moment the Holy Spirit will blind, അവൻ്റെ കണ്ണുകളെ അന്ധമാക്കി കളയും, ഹൃദയത്തെ കഠിനമാക്കും. അതാണ് പഴയ നിയമത്തിൽ ഫറവോയ്ക്ക് പറ്റിയ സംഭവം അതാണ്. മോശ വന്നിട്ട് അവനെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി കൃപയുടെ വടിയെടുത്തത് അടയിടുമ്പോൾ അത് സർപ്പമായിട്ടും ഒരു അടയാളം കണ്ടു. ഉടനെ അവൻ ഒറ്റ ചിരിയാണ്. നല്ലൊരു പരിഹസിച്ചിട്ട് പറഞ്ഞു, നിന്നെക്കാളും വലിയ മന്ത്രവാദികൾ എനിക്കറിയാം. ബ്രിങ് ഓൾ ദ വിസ്ക്രാഫ്റ്റ്സ് ഫ്രം ഈജിപ്റ്റ്. ഈജിപ്തിൽ ഉള്ള എല്ലാത്തിനും കൊണ്ടുവന്നു, ഉള്ള മന്ത്രവാദികൾ എല്ലാം വന്നിട്ട് അവരെല്ലാം അവരുടെ വടികളിട്ട് ഉടനെ ഒരു ചിരിയൊക്കെ ചെയ്യും. ഇത് വലിയ കാര്യമൊന്നുമില്ല.
പരിശുദ്ധാത്മാവിനെ പരിഹസിച്ചവനെ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഹൃദയം പിന്നെ കഠിനമായി. പിന്നെ അവൻ്റെ മുമ്പിൽ മോശ പല അടയാളം കാണിക്കും, പക്ഷെ കാണാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെ കാണാൻ പറ്റും? പരിശുദ്ധാത്മാവ് സഹായിക്കാതെ എങ്ങനെ ഒരു അടയാളം കണ്ടാൽ ആ ദൈവത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ അടുത്ത ഈശോ നിപ്പുണ്ട്. ഞങ്ങളൊക്കെ ചില അത്ഭുതം പ്രാർത്ഥിക്കുമ്പോഴും എന്തെങ്കിലും അത്ഭുതമോ കർത്താവ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡൊമിനിക്കച്ചനകത്ത് യാതൊരു റോളും ഇല്ല കേട്ടോ. നോ, എനിക്കൊന്നും അറിയത്തില്ല, സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സംഭവിച്ചില്ലെന്ന് അറിയത്തില്ല. അവിടെ കർത്താവ് നിപ്പുണ്ട്, പക്ഷെ കാണണം. പക്ഷേ സംശയിച്ചു. ഇവിടെ കണ്ടത് മോശയെ സംബന്ധിച്ചു, അവൻ ഹൃദയം കഠിനായി. 10 അടയാളങ്ങൾ അവിടെ കാണിച്ചു. ദൈവം നേരെ വന്ന് ഇറങ്ങി ചെയ്തു, പക്ഷെ ദൈവം ചെയ്തു കണ്ടിട്ടില്ല അവൻ. പക്ഷെ മോശ കണ്ടു. ഇസ്രായേൽ ജനത്തിന് കാണാം. കാരണം വിശ്വസിക്കുന്നവന് ദൈവം തന്റെ പ്രവർത്തികള് വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് ബൈബിൾ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെടുത്ത് കൈപ്പിടിച്ചിരിക്കുന്ന ബൈബിൾ തന്നെ തുറന്നു മുഴുവൻ കാണാം. പടം പഠിച്ചാലും നീ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ബൈബിൾ എടുത്തതെങ്കിൽ നിന്റെ കണ്ണുകളെ ഹൃദയത്തിൽ കർത്താവ് അന്ധത കഴിഞ്ഞിട്ടുണ്ട്. then you won't get it, that revelation. ദാനിയേലിൻ്റെ പുസ്തകം 12:8 മുതൽ 12 വരെ. ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോ. ഈ വചനം അവസാന ദിവസം വരെ അടച്ച് മുദ്ര വെച്ചതാണ്. അടച്ചിട്ട് മുദ്ര വെച്ചു അവസാന ദിവസം വരെ. അനേകർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും, നിർമ്മലനാക്കി, വെണ്മയുറ്റവരാക്കി. എന്നാൽ ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനികൾ ഗ്രഹിക്കും, വേറെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. നിരന്തര ദഹനബലി നിർത്തലാക്കുമ്പോൾ അപ്പോഴാണ് എല്ലാത്തിൻ്റെ അവസാനമാകുന്നു എന്ന് പറഞ്ഞു വരും. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ഈശോയെന്ന് വിളിച്ച മക്കളെന്ന് വിളിച്ച് ഹല്ലേലൂയ. ഓക്കേ, അന്നത്തെ ഈശോയുടെ കാലഘട്ടത്തില് യഹൂദര്, ഫരിസേയര്, നിയമജ്ഞര് അവിടെ മുമ്പിൽ എന്തെല്ലാം അടയാളങ്ങൾ കണ്ടിട്ടും അവരുടെ ഹൃദയം കഠിനമാക്കി കളഞ്ഞില്ലേ? അന്ധാക്കി കാണാൻ പറ്റില്ല. കാരണം ദൈവം തുറക്കണം, അനുവദിക്കണം. അതുകൊണ്ടാണല്ലോ പറയുന്നത് 1 പത്രോസ് 5:6-7 വചനം പറയുന്ന പോലെ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കണം. തക്ക സമയത്ത് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധമോർ ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രഭാഷകൻ 3:18-19 നീ അത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് മാറും. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ അതാണ്. തന്നെത്താൻ ഉയർത്തുന്നവനാണ് ബുദ്ധി എപ്പോഴും തന്നെത്താൻ ഉയർത്തും. വിശ്വാസം തന്നെത്താൻ താഴ്ത്തും. ബുദ്ധി കൂടുമ്പോൾ ഞാനാണ് ദൈവം, വിശ്വാസം കൂടുമ്പോൾ യേശുക്രിസ്തുവാണ് ദൈവം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഒറ്റ വിളി, ഈശോയെന്ന് വിളിച്ച് മക്കളൊന്ന് വിളിക്കുക. ബന്ധനം അടിയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ മരണം വരെ നിങ്ങൾ യുദ്ധം ചെയ്ത് നിലനിർത്തണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്തിനെ, വിശ്വാസത്തിൻ്റെ പരിചരക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവം വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ, വേറെ വാളുകൾ എടുക്കരുത്, പരിശുദ്ധാത്മാവിൻ്റെ വചനമേ എടുക്കാവുള്ളൂ. സ്വന്തം വ്യാഖ്യാനം ഉണ്ടാക്കരുത്. സ്വന്തം ബുദ്ധി തോന്നുന്നതെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് എഴുതി വെക്കരുത്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രവണത്തിൽ പറയും ഹല്ലേലൂയ, യേശുവേ ആരാധന. പിന്നീട് നമ്മളൊന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യവചനം നാവിലിരിക്കട്ടെ. യെരമ്യാ 15:19 വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവിൻ്റെ നാവ് പോലാകും. നാവിനെ നിയന്ത്രിക്കണം. ഇന്ന് നാവിനെ കെട്ടണം, പൂട്ടണം. നാവ് തീയ അഗ്നിയാവും. ഒരു ചെറിയ തീപ്പരി ഒരു കാടിനെ മുഴുവൻ അത് ദഹിപ്പിച്ച് കളയുന്ന പറയുന്നത്. ഒരു ഫോറസ്റ്റ് മുഴുവൻ ദഹിപ്പിച്ച് കളയും. ചെറിയ തീപ്പരി മതി. നമ്മളൊക്കെ അങ്ങനെ ആകാതിരിക്കും. നമ്മൾ തീപ്പരി വേണം. അത് രക്ഷയുടെ, സമാധാനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, വിടുതലിൻ്റെ, മാനസാന്തരത്തിൻ്റെ, രക്ഷയുടേതായിരിക്കണം.
ഹല്ലേലൂയ. മ്ലേച്ഛത വമ്പിക്കുന്ന തീപ്പൊരികൾ, നാശം വിതയ്ക്കുന്ന തീപ്പൊരികൾ ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാൻ നന്നായി ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. നിങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആകയാൽ നീതിമാനായ ദൈവം നീതിയുടെ കിരീടം എനിക്ക് തരും. അവസാനം പറയുമ്പോൾ എനിക്ക് ഡൊമിനിക്കച്ചന് പോലും എനിക്ക് മാത്രമേ എൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പോലും വിശ്വാസം എനിക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ പറ്റും. രണ്ട് കാര്യം പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വേ ആരാധന. എനിക്കത് മതി. ഞാൻ നോക്കുന്നത് ലോകം മുഴുവൻ നേടിയാലും ലോകത്തുള്ള മുഴുവൻ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഏറ്റുവിടാൻ വേണ്ടി അല്ല ഡൊമിനിക്കച്ചൻ യേശു ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. എനിക്ക് എൻ്റെ ഈശോയുടെ അടുക്കൽ എത്തണം. എൻ്റെ വിശ്വാസം നഷ്ടപ്പെടരുത്. എന്നെ ദൈവം എന്നോട് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഈ യോനാ പ്രവാചകന് പറ്റിയ പോലെ എനിക്കും പറ്റും. യോനായോട് പറഞ്ഞു, നീ നിനവേ പോ, സുവിശേഷം പ്രസംഗിക്ക്. അവൻ വേറെ വഴിക്ക് പോയി. അങ്ങെത്തില്ല, വട്ടം കറക്കി ചെന്ന് ചെയ്തിരിട്ടേ പറ്റൂ. എന്നെ വിളിച്ച് ദൗത്യം പൂർത്തിയാക്കുന്നു. ഇനി ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം സംരക്ഷിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയെന്ന് വിളിച്ച മക്കളെ ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തു, ഏറ്റവും വലിയ യുദ്ധം നിങ്ങളിന് ചെയ്യാൻ പോകും. ലോകം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആസക്തികൾക്കെതിരെയുള്ള യുദ്ധമായിരിക്കണം. ഒറ്റ കാര്യം, നിങ്ങളെ ഇനി സാത്താൻ എറിയാൻ നശിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ വിശുദ്ധി കളഞ്ഞുകൊണ്ടായിരിക്കും. ഏത് പാപം ചെയ്താലും അത് പാപമല്ല, കുഴപ്പമില്ല, നാച്ചുറലാണ്, സ്വാഭാവികമാണൊക്കെ പറയുന്ന ആൾക്കാർ. വ്യഭിചാരവും സ്വയംഭോഗവും സ്വർഗരതിയും ബ്ലൂ ഫിലിമും അവിഹിത ബന്ധവും പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും വിശുദ്ധമായ കൂദാശ ഉണ്ടല്ലോ, വിവാഹമെന്ന കൂദാശയെ തകർക്കുന്ന എല്ലാ മേഖല ഓർത്തോണം. നിൻ്റെ വിശുദ്ധി കളയാൻ സാത്താൻ ലക്ഷ്യമാക്കുന്നത് നിനക്ക് ഒത്തിരി ആനന്ദം തരാനല്ല, നിന്നെ നിത്യനരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. ഒരു കാര്യം ഓർത്തു, പാപം ചെയ്തുകൊള്ളുക, അന്ന് പാപമൊന്നുമില്ല, സാരമില്ല എന്നാര് നിന്നോട് പ്രസംഗിച്ചാലും അത് ദൈവത്തിൻ്റെ ദൂതനല്ലവൻ, അവൻ പിശാചിൻ്റെ ദൂതൻ തന്നെയാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് അവനെതിരെ നീ മരണം വരെ യുദ്ധം ചെയ്യാൻ നീ ഒരുങ്ങിയിരിക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറയും ഉച്ചത്തിൽ. നിനക്ക് ജോലി തരാം, നിനക്ക് പണം തരാം, വിദേശ രാജ്യം തരാം, നീ ആഗ്രഹിക്കുന്ന സ്ഥലമൊക്കെ തരാം, നീ എന്തെല്ലാം വേണം അതെല്ലാം തരാം. അതാണ് ഈശോയോട് ചോദിച്ചപ്പോൾ എന്ത് തരാം, നീ എനിക്ക് വഴങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നിനക്ക് ചുറ്റും വരും. ഓരോ ദിവസവും വരും. ഈശോ പറഞ്ഞതുപോലെ പറയാൻ നിനക്കിടയാകട്ടെ. സത്താനെ ദൂരെ പോവുക. Get out. Satan, you get out. Go away from me.